അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ പൂക്കളുടെ ആൾ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മളെപ്പോഴത്തും പോലെ നമ്മുടെ ഉമ്മറഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടാട്ടോ ചെയ്തത്. പിന്നെ നമുക്ക് കളം വൃത്തിയാക്കണം. ഒരുവിധമൊക്കെ കാറ്റത്തൊക്കെ പറന്നിട്ട് ഓവറായിട്ട് വൃത്തിയാക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കാറ്റത്ത് പറന്ന് പകുതിയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചുരുങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൂക്കളൊക്കെ. അങ്ങനെ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ നിന്നിട്ട് വന്നു. അത്യാവശ്യം ചപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തുനിന്ന് നമ്മുടെ തേക്കിൻ്റെ ഇല വീണിട്ട്. അപ്പോൾ അതൊക്കെ അതേ സൈഡ് ഭാഗത്ത് കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ അടിച്ചെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ പിൻഭാഗം അടിക്കാണ്ടായിരുന്നു കേട്ടോ. പിന്നിലും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. ഷീറ്റ് ഇട്ടാലും കൂടിയിട്ട് ഇലകൾ മുറ്റത്തേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗം ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നല്ല, അവിടെ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കൊത്തിക്കളച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ നമുക്ക് മുമ്പിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വിൻഷേട്ടനായിരുന്നു കേട്ടോ ഒന്ന് വിളക്ക് കൊളുത്തിയത്. കാരണം വിൻഷേട്ടൻ നേരത്തെ പോവും ഓഫീസിലേക്ക്. വിൻഷേട്ടൻ ഇന്ന് അവിടെ ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിൻഷേട്ടനായിട്ട് ആദ്യം കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ വേഗം പോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നേരത്തെ പോയിട്ടുണ്ട്. ഇന്നപ്പോൾ ഓഫീസിൽ എല്ലാവരും ബ്ലാക്ക് ഷർട്ടും മുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതേ ഇങ്ങനെ ഡ്രസ് കോഡിന്റെ ഒരു ഭാഗമായിട്ട് തോന്നുന്നു കേട്ടോ. ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോയേക്കണത്. പുതിയ ഷർട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചോക്കിയിട്ടുണ്ട് എന്താ പഴയതിട്ട് പോകണമെന്ന്. അപ്പോൾ അവർക്ക് ഡ്രസ് കോഡ് ഉണ്ട് എന്നാട്ടെ പറഞ്ഞത്. എന്നാൽ വിൻഷേട്ടൻ പോയതിന് ശേഷം ഞാൻ വേഗം കുളിച്ചു വിളക്ക് കൊളുത്തി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് പൂവിടണം കേട്ടോ. അതിനൊക്കെ മുന്നേ നമ്മുടെ സാമ്പ്രാണി കത്തിച്ച് വെക്കണം. എനിക്കിപ്പോൾ എന്നും ഇത് കത്തിച്ച് വെച്ചിട്ട് ഇപ്പം ഇതില്ലാണ്ട് പറ്റണില്ല കേട്ടോ. ഒരുമാതിരി അഡിക്ഷൻ ആയിട്ട് കേട്ടോ ഇതിൽ. പിന്നെ ഇന്നലെ നമ്മൾ പുറത്തേക്ക് പോയപ്പോൾ കുറച്ച് പൂവും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ പൂ പൊട്ടിക്കാൻ നമ്മുടെ ഉള്ളിടത്തുള്ള പൂവൊക്കെ പൊട്ടിക്കാം കേട്ടോ. തുളസിയും അതുപോലെ തന്നെ മുക്കുറ്റി, പിന്നെ ഈ മന്ദാരം പൂട്ട എനിക്കിപ്പോൾ നല്ല ഇഷ്ടമായിട്ട് ഈ മന്ദാരം പൂ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കോളാമ്പിയും പിന്നെ നമ്മുടെ മുറ്റത്ത് കുറച്ചുണ്ട്. ഇവിടുത്തെ കല്ലൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വെള്ളം തളിച്ചിട്ട് ഒന്ന് ഇത് അവിടെ മെഴുകിയതിന് ശേഷം ഞാൻ വേഗം പൂവിടാൻ നോക്കുമ്പോഴാട്ടോ സുധ ചേച്ചി വിളിച്ചിട്ട് എനിക്ക് കുറച്ച് ചെമ്പരത്തി പൂ തന്നത്. ഇതും സുധ ചേച്ചിക്ക് ഇത് ഇവിടുന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ ആൾ ഇതേ കുറച്ചുണ്ട് എന്നും പറഞ്ഞിട്ട് എനിക്ക് കൊടുന്നു തന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കായിരുന്നു കേട്ടോ. ആദ്യം ചെണ്ടുമല്ലിയില്ലേ അത് നന്നാക്കായിരുന്നു. തേജപ്പം എനിക്കകത്തോണ്ട് ഇതേ ഒക്കെ നന്നാക്കേണ്ട പണി എനിക്കായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ തേജം എല്ലാം നന്നാക്കി വെച്ചെന്നായിരുന്നു. അപ്പോൾ അവന് ചെറുതായിട്ടൊരു ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെ ഞാൻ വിളിച്ചൊന്നുമില്ല. അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ ചെണ്ടുമല്ലിയും പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ തന്നുല്ലോ. ചെമ്പരത്തിപ്പൂ ഒക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു പൂക്കളം ചെറിയ രീതിക്ക് കേട്ടോ ഒന്ന് ഒരുക്കിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പൂക്കളം എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.